പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ ന്യൂ ബോൺസ് ഒക്കെ ഉണ്ടാവില്ല കുട്ടികളിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആവാത്ത കുട്ടികൾ അപ്പൊ എപ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മളെ കുട്ടിക്ക് വരുന്നത് ഹെഡ് കൺട്രോൾ ആണ്. ഈ ഹെഡ് കൺട്രോൾ വരുന്നത് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 4 to 5 months വരെ നിങ്ങളെ കുട്ടിക്ക് ഹെഡ് കൺട്രോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ഒന്നൊക്കെ ഡോക്ടറെ കാണിക്കുക, ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക. അതല്ല പീഡിയാട്രീഷ്യനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടിക്ക് എന്തെങ്കിലും ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബേസിൽ ഇങ്ങനെ ഹെഡ് കൺട്രോൾ വരാൻ ലേറ്റ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഡോക്ടറോട് ചോദിക്കുക, ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്ത് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ അത് മീൻസ് ഒരുപാട് ഡിലേ ആക്കരുത് നിങ്ങൾ ആ ഒരു പ്രോസസ്സ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, അപ്പോൾ ഞാൻ പീഡിയാട്രിക് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ കേസ് കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും 8 months വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ എനിക്കൊരു കേസ് ഉണ്ട്, ആ കേസിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 8 months വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് ഹെഡ് കൺട്രോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്നുള്ള. അതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 8 months കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിനെ ഹെഡ് കൺട്രോളും പ്രോണും ക്ലിയർ ആക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ആ ഒരു ടൈം അത്രയും ഡിലേ ആക്കുവാണ്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഡോക്ടേഴ്സിനെ കാണിച്ചോളൂ. ഒരു കാരണവശാലും ഇന്ന് ഓർക്കും നാളെ ഓർക്കും അല്ലെങ്കിൽ ഇന്ന് കമ്പിലും ഇന്ന് ഇതാക്കും എന്നുള്ള ആ ഒരു ഡിലേ വെച്ചിട്ട് നിങ്ങൾ നിൽക്കരുത്. എനിക്ക് എല്ലാ പാരന്റ്സിനോടും പറയാനുള്ളതാണ്, എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഡിലേ ഉള്ള ഇപ്പൊ എന്തെങ്കിലും ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ബർത്ത് ക്രൈ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ NICU കിടന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും ലോങ് പ്രോസസ് ആണ് ഫിസിയോതെറാപ്പി എന്നുള്ളത്. മാക്സിമം നിങ്ങൾ ഡെയിലി കൊടുക്കാൻ നോക്കുക. നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഒരു ഇത് റെസ്പോണ്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഓരോ ദിവസം ഇടവിട്ട് കൊടുത്താൽ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വലിയ തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നരായിട്ട് പോകും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പീഡിയാട്രിക് കേസ് ലൈഫ് ലോങ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കുറഞ്ഞു തുടങ്ങും. ഞാൻ കാണുന്നതാണ് ഒട്ടുമിക്ക പാരന്റ്സിനും ആ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ ഇതെന്താ എന്നും വരുന്നുണ്ടല്ലോ, ഇത് ഞാൻ ഒന്നരാട്ടാക്കി കൂടെ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അത് അവർക്ക് മാക്സിമം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് നിങ്ങൾക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് തെറാപ്പി കൊടുക്കുക.